വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ 42-കാരിക്കാണ് നിപ്പ. പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി സ്വദേശിനിയായ ഒരു വ്യക്തിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് സംശയമുണ്ടായപ്പോൾ തന്നെ നമ്മൾ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി തുടങ്ങിയിരുന്നു. പൊതുജനാരോഗ്യ ആക്ടിവിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് ആണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ മീറ്റിംഗിന് ശേഷം പറയാം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഗുരുതരാവസ്ഥയിലാണ് ഈ രോഗി എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ യോഗം ചേരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആ തീരുമാനങ്ങളൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയുമല്ലേ? അനുജ, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ്. നിലവിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാവുക. മലപ്പുറം കളക്ടറും DMO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളാഞ്ചേരി സ്വദേശിയായ 42-കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് നിലവിൽ നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ ഒരു ആശുപത്രിയിൽ ഇവർ ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവരുടെ ആരോഗ്യനില എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ ഐസൊലേഷനിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 1-ാം തീയതി ഇവർക്ക് പനിയും മറ്റുള്ള അസുഖത്തെ തുടർന്ന് ഇവർ ആദ്യം വളാഞ്ചേരിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോകുന്നു. അങ്ങനെ ആ ദിവസം പ്രാഥമിക ചികിത്സ നേടിയ ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. പിന്നാലെ രോഗം കൂടിയതിനെ തുടർന്നാണ് 2-ാം തീയതിയായി ഇവരെ പെരിന്തൽമണ്ണയിലുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് ഈ രോഗം കൂടിയതിനെ തുടർന്ന് ഒരു നിപ്പ സംശയം ഈ ഡോക്ടേഴ്സിന് ഉണ്ടാവുകയും പിന്നീട് ഒരു പരിശോധനയ്ക്ക് ഇവരുടെ ശ്രമം അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ ആദ്യം പരിശോധന നടത്തുന്നപ്പോൾ ഈ രോഗം പോസിറ്റീവാണെന്ന് കണ്ടെത്തി. പിന്നീട് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ ശ്രമം അയക്കുന്നത്. ഇവിടെ നിന്നും പോസിറ്റീവ് ആയതോടുകൂടിയാണ് നിലവിൽ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ വീട്ടിലെ മറ്റുള്ളവരുടെ ഒരു പരിശോധന കൂടി പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അത് നെഗറ്റീവാണ് എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇനി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കമുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് വിശദമായി തന്നെ പരിശോധിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള യോഗമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുജ, കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം വളാഞ്ചേരി സ്വദേശി 42-കാരിക്കാണ് നിപ്പ. അവരുടെ ആരോഗ്യനില അല്പം ആശങ്കാജനകമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത്. മന്ത്രി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉന്നതതല യോഗം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നു. എന്താണ് യോഗ തീരുമാനങ്ങൾ? അല്പസമയത്തിനകം അറിയാൻ കഴിയും.